ഇന്ന് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകൾ വ്രതം നോറ്റ് അവരുടെ പുരുഷന്മാർക്കായി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന പുണ്യസുദിനം. ഈ നാളുകളിൽ സ്ത്രീകൾ സഗുണമുള്ള പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ പങ്കാളിയായി ലഭിക്കണമെന്നും അവരുടെ നന്മയ്ക്കും വേണ്ടി വ്രതം നോറ്റ് അമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നു. വാർഷിക മഹോത്സവമായാണ് ആറ്റുകാൽ പൊങ്കാല ഇന്ന് ആചരിക്കുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു ഉത്സവ നാളാണ്. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയായാണ് ഈ ദേശീയോത്സവം കൊണ്ടാടുന്നത്. ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായിനിയും വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം. അന്നപൂർണേശ്വരി ഭാവം കൂടിയുള്ള ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത്. 1997 ഫെബ്രുവരി 23 നടന്ന പൊങ്കാലയിൽ 1.5 മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത്. 2009 പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് 25 ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട്. മലയാളികളുള്ള പല സ്ഥലങ്ങളിലും ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നു. മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല. ദാരികവാദത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്ന് കരുതുന്നവരുമുണ്ട്.